നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ പാസ്റ്റർമാരെയും വലിയ വലിയ പാസ്റ്റർമാരുടെ വീട്ടിൽ ലോക്കറിൽ മുഴുത്ത സ്വർണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം റാന്നിയിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോയ സമയത്ത് അവിടെ എന്നെ പലരും തിരിച്ചറിയുകയും എന്നോട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ എല്ലാവർക്കും മോഹം കൊടുക്കാതെ ഞാൻ മാറി ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചവരും പരിചയപ്പെട്ടവരും അതിൽ ഒരാൾ, ഒരു പ്രായമുള്ള ഒരാൾ, നിങ്ങൾ യൂട്യൂബർ ആണോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഒരാളെ അറിയാം, സജി തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ വീഡിയോ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണാറില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അദ്ദേഹം എനിക്ക് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തി തന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുകയും എന്നാൽ അതിലെ ഒരു വലിയ സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് ഇതാണ്: അല്ലയോ നേതാക്കന്മാരെ, അല്ലയോ പണമോഹികളെ, നിന്നെയൊക്കെ അടിക്കാൻ കർത്താവ് വഴി നിന്റെ സമൂഹത്തിനകത്ത് തന്നെ എടുക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയാണ്. കാരണം ബൈബിൾ പറയുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചു എന്നാണ്. നിന്റെ ജീവിതം നടക്കുന്ന തിന്മകൾ വിളിച്ചു പറയാൻ അതിനകത്തു തന്നെ ആൾക്കാരെ ദൈവം പുറത്തെടുക്കുന്നു. അതിലൊരാളാണ് വർഗീസ് സാർ അവറുകൾ. ടി ജെ ഷൗമോലിന്റെ വലങ്കയിൽ നിന്ന വർഗീസ് സാറിനെ പുറത്തു കൊണ്ടുവന്ന് ടി ജെ ഷൗമോലിന്റെയും കൂട്ടരുടെയും അനീതിയും വ്യഭിചാരത്തിന് കൂടി നിൽക്കുന്ന കാര്യങ്ങളൊക്കെയും അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അതുപോലെയാണെന്ന് തോന്നുന്നു ഈ സജി തോമസ്. അദ്ദേഹം ഒരു സുവിശേഷകനാണ്, ഒരു പെന്തക്കോസുകാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം വലിയൊരു കടത്തിലായപ്പോൾ അദ്ദേഹം വാവിട്ട് ചോദിച്ചു ഇവിടുത്തെ കോടീശ്വരന്മാരായ പാസ്റ്റർമാരോട്. പക്ഷേ ഒറ്റ രൂപ പോലും സഹായിച്ചില്ല, അദ്ദേഹത്തെ അതിന് കരകയറ്റിയില്ല. അദ്ദേഹത്തിന്റെ വസ്തുക്കൾ വിൽക്കാൻ വെച്ചു, അതെടുത്തിട്ട് എനിക്ക് പണം തരുമെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഈ കടമായി തരുമെന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹത്തിന് മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു ജനങ്ങൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ പണം അയച്ചു കൊടുത്ത് വിവിധ ജാതി മതസ്ഥർ അത് വീഡിയോ എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ദൈവത്തിന്റെ കരുണ, സ്നേഹം എന്ന് പറയുന്നത് പെന്തക്കോ സമൂഹത്തിനകത്തുള്ള ജഡീകന്മാരുടെ ഇടയിലല്ല, ലോകമൊട്ടുക്കും ദൈവം സൃഷ്ടിച്ച സകല മനുഷ്യരിലും ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഉണ്ടെന്ന് നമുക്ക് ഇതിനാൽ മനസ്സിലാക്കുന്നു. വിഷയത്തിലേക്ക് വരാം. ഇദ്ദേഹം കടബാധ്യത മാറിയ സമയത്ത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ സഹായിച്ച സകല മനുഷ്യന്റെയും അവരെല്ലാം കുളിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ആ വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ചാലും മാറാത്ത പാവക്കറയാണ് ഈ സമൂഹത്തിനകത്തുള്ള ജഡീകന്മാരായി വിലസുന്ന പണമോഹികളായ കുറെ പാസ്റ്റർമാർക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വർണത്തെ ഉപേക്ഷിക്കുന്നു, സ്വർണത്തെ അലർജിയായി കാണുന്നു, സ്വർണത്തെ മലമായി കാണുന്നു. എന്നാൽ ഈ സെൻട്രൽ പാസ്റ്റർമാരെയും ലോക്കറിനകത്ത് നിറച്ച് സ്വർണമുണ്ടെന്നും അതൊക്കെ തനിക്കറിയാമെന്നും അദ്ദേഹം വിളിച്ചു പറയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നിന്നെയെല്ലാം അടിക്കാൻ ദൈവം വടി നിന്റെയൊക്കെ വീടിനകത്തു നിന്ന് തന്നെ, നിന്റെയൊക്കെ സമൂഹത്തിനകത്തു നിന്ന് തന്നെ, നിന്റെയൊക്കെ ഏരിയയിൽ തന്നെ ദൈവം വടി വലിച്ചൂരുന്നു. അയ്യോ നാണക്കേട്! നിന്റെ നഗ്നത മറയ്ക്കാൻ, നിനക്ക് കണ്ണിൽ വെളിച്ചമുണ്ടാകാൻ ദൈവത്തോട് മുട്ടുമടക്കുന്നത് ഏറെ നല്ലത്. നീയൊക്കെ ആത്മീയത കൊണ്ട് ഉണ്ടാക്കിയ സകല മറകളും ദൈവം പൊളിച്ചെഴുതും. ദൈവം പൊളിച്ചെഴുതുക മാത്രമല്ല, നീയല്ലേ നഗ്നനാണെന്ന് ദൈവം ലോകത്തോട് വെളിപ്പെടുത്തും. അതുകൊണ്ട് മനസ്സാന്തരപ്പെടൂ പണമോഹികളെ. നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ യേശുവിന് വിറ്റാണെങ്കിൽ യേശുവിനെ തന്നത് വിൽക്കാനല്ല, യേശുവിന് തന്നത് സൗജന്യമായി മറ്റൊരു കൊടുക്കാൻ വേണ്ടിയാ. യേശുവിനെ വിറ്റ് കാശുണ്ടാക്കിയവന്മാർ, യേശുവിനെ വിറ്റ് തിന്നുന്നവന്മാർക്ക് ഒരു പാഠമായി ദൈവം ഓരോരുത്തരെ എണീപ്പിക്കുകയാണ്. സജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലേക്ക്, തുറന്നു പറച്ചിലേക്ക്, വിമർശനങ്ങളിലേക്ക്, അദ്ദേഹം കണ്ട കാഴ്ചകളിലേക്ക്, അദ്ദേഹം മനസ്സിലാക്കിയ ആ സാമൂഹിക അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ കേൾക്കാം. ഞാൻ ഈ ദിവസങ്ങളിൽ എനിക്ക് വന്ന ഫണ്ട് അയച്ചു തന്ന ആളുകളെ 90% ആളുകളും എനിക്ക് പൈസ അയച്ചപ്പോൾ എനിക്കതിൻ്റെ വാട്സാപ്പ് അയച്ചു തന്നു. മിക്കരും അവരെന്നോടൊരു വർത്തമാനമൊക്കെ പറയാൻ ആഗ്രഹിച്ച മിക്കരും എനിക്ക് വാട്സാപ്പ് അയച്ചു തന്നു. അതല്ലാത്തതൊക്കെ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പോയി നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിനകത്തേക്ക് പണം അയക്കാൻ സഹകരിക്കാത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ സംഘടന പെന്തക്കോസിലും ന്യൂ ജനറേഷനിലും പെട്ട സഭാ നേതാക്കന്മാരാണ്. അവരാണ് ഇതിനകത്ത് ഒട്ടും സഹകരിക്കാതിരുന്നത്. ഇനി ഒട്ടും സഹകരിച്ചില്ലെന്ന് പറയുന്നില്ല. 3 പാസ്റ്റർമാർ പണം അയച്ചിരുന്നു. 3 പാസ്റ്റർമാർ. ഒരാൾ 10,000 രൂപയുടെ ഒരു ചെക്ക് അയച്ചു, അല്ല 10,000 രൂപ അയച്ചു. ഒരാൾ എനിക്കറിയാം, അദ്ദേഹം ഒരു ദരിദ്ര മനുഷ്യനാണ്, അദ്ദേഹം 1000 രൂപ അയച്ചു. വേറൊരാൾ
പണം അയച്ചു. അങ്ങനെ 3 പേരെ എനിക്ക് അയച്ചിട്ടുള്ളൂ. ബാക്കി ഈ കേരളത്തിലുള്ള സകല ജാതിയിലും മതത്തിലും എല്ലാം പെട്ട ഒരു പൈസ അയച്ചെങ്കിലും ഇവർ മാത്രം ഒന്നും ചെയ്തില്ല. ഇതെന്തുകൊണ്ടാണ് എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു, അടിമയാകൂ നിന്നെ ഞങ്ങൾ സ്വതന്ത്രമാക്കാമെന്ന്. കഴിഞ്ഞ ശേഷമാണ് എനിക്കെതിരെ സൈബർ കൊട്ടേഷനും കളിയും കാര്യങ്ങളും എല്ലാം വന്നത്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ത് ചെയ്തെന്നറിയാമോ? എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് പോയ ആളുകൾ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രസംഗകനും പാട്ടുകാരനുമായ ഏലപ്പാറ സുരേഷ് ഉൾപ്പെടെ എല്ലാവർക്കും ഞാനിത് അയച്ചു. ഏലപ്പാറ സുരേഷേ, എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് പോയ പാസ്റ്റർമാർക്കും സഭക്കാർക്കും പള്ളി പണിതെടുത്തും സൗണ്ട് പണിതെടുത്തും എല്ലാ ജാതിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വീട് പണിതെടുത്തും അങ്ങനെ ഇവർക്കുള്ള പ്രധാനികൾക്കെല്ലാം ഞാൻ വീട് പണിതിട്ട് എന്നെ കളിപ്പിച്ച് പൈസ തരാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ഞാൻ ഈ അവസാനത്തെ വീഡിയോ അയച്ചു കൊടുത്തു. അതിലെല്ലാം ബ്ലൂടിക്ക് വീണു. തിരിഞ്ഞു പോലും നോക്കാത്തത് മുഴുവൻ പാസ്റ്റർമാരുടെ നേതാക്കന്മാരാണ്. എണീറ്റ് പോയടാ. ഇവർക്ക് ഇത് അങ്ങോട്ട് മേടിച്ചേ പരിചയമുള്ളൂ. കറക്റ്റ്. നാട്ടുകാർക്ക് കൊടുത്തൊരു പരിചയം ഇവരുടെ ഇല്ല. അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടക്കാർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുക്കുള്ളൂ. കറക്റ്റ്, വളരെ കറക്റ്റ്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിമയാകൂ നിന്നെ സഹായിക്കാം. അടിമയാകാൻ ഞാൻ തയ്യാറല്ല. ഇവിടെ മൊത്തം അടിമകളാണ്. എന്നറിയോ, ഇതിൽ ഈ സംഘടനാ പെന്തക്കോസ് നല്ലൊരു ശതമാനം കേട്ടോ അവര് പറയുന്നത് മഞ്ഞലോഹം മലമാണ്. പക്ഷേ ഈ മഞ്ഞലോകം എന്ന മല ഇരിക്കുന്നത് വീട്ടിലെ സ്ട്രോങ് റൂമിലാണ്, ബാങ്കിലും. കിലോ പടി സ്വർണം കേരളത്തിലെ സംഘടന പെന്തക്കോസിന്റെ നേതാക്കന്മാരുടെ വീട് തുറന്നു പറച്ചില്ല. സമൂഹത്തിനെ കൊണ്ട് ഞാൻ ഈ മതങ്ങളിലുള്ളവരോടൊക്കെ പറയട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾ ഇവന്മാരെ വിശ്വസിച്ച് ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോരുത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്മകൾ മുഴുവൻ ഇവർക്ക്, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ ഇവർക്ക് കൊണ്ട് കൊടുക്കരുത്. ഇവർക്ക് മേടിക്കാനും തിന്നാനും മാത്രം അറിയാവൂ. ആര് ചത്താലും ഇവർക്കൊരു വിഷയമല്ല. ഇന്നലെ ഒരു മനുഷ്യൻ എന്നോട് പറയാ, കേരളത്തിലെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രസംഗകൻ അയാളുടെ വീട്ടിൽ ചെന്നു, കോടികളുടെ ആസ്തിയുള്ളവനാ. ഒരു അത്യാവശ്യ കേസിന് 1000 രൂപ ഒരു ആശ്രയ കേസിന് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഇതാണ് ഇവരുടെ തനി സ്വഭാവം. ഇവരിൽ ഒരു വിഭാഗമാണ് എനിക്കെതിരെ ശക്തമായിട്ട് നിന്നത്. ഈ ശക്തമായിട്ട് നിന്നെന്ന് പറഞ്ഞാൽ ഇവരോട് ബൈബിൾ തന്നെ പറഞ്ഞാലേ പറ്റുള്ളൂ. ഞാൻ ഈ കടബാധ്യത എന്ന ചെങ്കടൽ ഞാൻ കടന്നു. അപ്പോൾ എനിക്ക് വേറൊരു ചാനൽ കൂടി ഉണ്ട്, word.sajithomas എന്ന, അത് ബൈബിൾ പ്രസംഗിക്കുന്ന ഒരു ചാനലാണ്. ആ ചാനലിലോട്ട് കയറിയിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ വന്നതും കൂടെ ഇതിനകത്തൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കഴുതപ്പുറത്ത് വന്ന യേശുവിനെ പ്രസംഗിക്കാൻ 4 കോടി രൂപയുടെ കാറൊന്നും വേണ്ട, 2 കോടി രൂപയുടെ കാറൊന്നും വേണ്ട. കഴുതപ്പുറത്ത് വന്ന യേശുവിനെ പ്രസംഗിക്കാൻ അതൊന്നും വേണ്ട. അതൊരു കലിപ്പിനുള്ള ഇടയായി മാറി. പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാണെന്ന് മനസ്സിലായപ്പോൾ ഇവർ വേണ്ട പോലെ അങ്ങ് കൈകാര്യം ചെയ്തു. അതുകൊണ്ടാണ് ഇത് ഈ 15-ാം തീയതി തീർക്കാൻ പറ്റാതെ പിന്നെ നീണ്ടുപോയത്. ഈ യുദ്ധത്തിൽ എൻ്റെ ജനം എന്നെ അക്കരെ കടത്തിയെങ്കിൽ ഇതിനകത്ത് എന്നെ എതിർത്തത് പാസ്റ്റർമാരാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ആളുകളുടെ പേരും പറയാനറിയാം, ഇന്നവരാണ്. ആ വീഡിയോ ബ്ലൂടിക്ക് വീണു, പല മഹാന്മാരുടെയും പേരിൽ മിക്കരുടെയും വീണു. ഒരുത്തം തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഇവന്മാരെ വീട്ടിൽ കയറ്റത്, ഇവന്മാർക്ക് തീറ്റ കൊടുത്തതും ഇവന്മാർക്ക് പണം കൊടുത്തതും. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, കേരളത്തിലുള്ള സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ഒരു പണവും ജനത്തിന് കിട്ടില്ല. ഇത് ഇവന്മാർ മേടിച്ച് തിന്നു സുഖിക്കുക മാത്രമേ ഉള്ളൂ. ഇവന്മാരെ കൊണ്ട് ഒരു പ്രയോജനവും സമൂഹത്തിന് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ദൈവം കള പറിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അത് ബൈബിളിൻ്റെ ഒരു ഭാഷയാണ്. കള പറിക്കുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. കേരളത്തിൽ പ്രസംഗിക്കാൻ 80,000 രൂപയുടെ സൂട്ടും കോട്ടും ഒന്നും വേണ്ട. ഇവിടുത്തെ മനുഷ്യൻ നടക്കുന്നത് സാധാരണ മുണ്ടും ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് പോകുന്നിടത്ത് ഈ 80,000 രൂപയുടെ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് മറ്റേ കൂട്ടം വലിയ ഇതൊക്കെ ഇട്ട് നടക്കുന്നത് അതൊക്കെ ചുമ്മാ വെറും പോഷ. ഏറ്റവും അധികം ഉപദ്രവിച്ചത് ഈ ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു, ആ കൊച്ചുമോള് പ്രത്യേകിച്ച് ഇതിനകത്ത് സഹായിച്ച ഒത്തിരി ആളുകൾ, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓരോ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞു. അവരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി കഴുകിച്ച് ആ വെള്ളം ഒരു വീപ്പയ്ക്കകത്ത് പിടിച്ചിട്ട് ഇവന്മാരെ സ്നാനപ്പെടുത്തിയാൽ പോലും ഇവന്മാരുടെ പാപം മാറില്ല. ഇതൊക്കെ കേട്ടിട്ട് എന്ത് മനസ്സിലായി? മടുത്തിരിക്കുകയാണ്. ദൈവം തന്നെ മടുത്തിരിക്കുകയാണ്.
ദൈവത്തിന്റെ ഹൃദയത്തിലെ ആലോചന പ്രകാരം നടക്കാത്ത സംഘടനയിലെ കുറെ അവശിഷ്ടങ്ങൾ, കുറെ അമേദ്യങ്ങൾ ഈ സമൂഹത്തെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം തന്റെ വാള് ഉറയിൽ നിന്ന് എടുക്കും. അവൻ ഈ ഗ്രഹത്തിൽ ന്യായവിധി ആരംഭിക്കും. തിന്മ കൊണ്ട് ഇത് നിറഞ്ഞിരിക്കുന്നു. കർത്താവ് യെരൂശലേം ദേവാലയം നോക്കി വിളിച്ച കണക്ക് കർത്താവ് പറയുകയാണ്, കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. നിന്നെയെല്ലാം കർത്താവ് വിധിച്ചിരിക്കും. അവന്റെ നീതിയും ന്യായവുമല്ല നീയൊക്കെ കൊണ്ടു നടക്കുന്നത്. യേശുവിനെ വിറ്റ് കാശാക്കിയാണ്. എല്ലാവരുമല്ല, ദരിദ്രന്മാർ, ഒരു നേരം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റാത്തവർ, വിവാഹം കഴിച്ചയക്കാൻ പറ്റാത്തവർ, വീടില്ലാത്തവർ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇവിടെ ദൈവമക്കൾ ഉള്ളപ്പോൾ കോടീശ്വരന്മാരായി യേശുവിനെ വിറ്റ് വിലസുന്നവന്മാർ സൂക്ഷിക്കുക. കർത്താവിന്റെ വിധി നിന്നെ നോക്കി കാത്തിരിക്കുകയാണ്. അതെ, സജി തോമസ് പറഞ്ഞിരിക്കുന്ന മുഴുവനും യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളുമാണ്. ഈ സത്യങ്ങൾ നിന്റെ എല്ലാം മുമ്പിലെ വാളായി നിൽക്കുന്നു. നമുക്ക് ഇനിയും സജി തോമസിനെ കേൾക്കാം. അതെ, അദ്ദേഹത്തെ സഹായിച്ച ഒരു മനുഷ്യനെ പോലും അടി നിർത്താതെ എല്ലാവരെയും കൊണ്ടുപോയി കുളിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു വലിയ വീപ്പയിൽ അത് നിറച്ച് ഈ പാവികളെ അതിൽ മുക്കി എടുക്കുമ്പോൾ മാത്രമേ, എന്നിട്ടും പാവക്കറ തീരുമോ? ദൈവം ചോദിക്കുന്നു, നിന്റെ പാവക്കറ തീരുമോ? ഗോഡ് ബ്ലസ് യു.